നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ 2-3 മാസങ്ങളോളമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് മസ്റ്ററിങ്. എന്നാൽ പല ആളുകളും കഴിഞ്ഞ വർഷം മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അന്ന് മുതൽ പെൻഷൻ ലഭിച്ചിരുന്നില്ല. അവർക്കിപ്പോൾ മസ്റ്ററിങ് ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. 2024-25 വർഷത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉള്ളത്. അന്ന് പല കാരണങ്ങൾ കൊണ്ടും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ചില ആളുകൾ വിദേശത്തായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ വളരെ ശതമാനം കുറവാണെങ്കിലും മസ്റ്ററിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. അവർ ഈ മാസം മസ്റ്ററിങ് പൂർത്തിയാക്കുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകളുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അവരുടെ മസ്റ്ററിങ് കാലാവധി ഈ മാസം അടുത്ത മാസത്തോടു കൂടി അവസാനിക്കുകയാണ്. ചില ആളുടെ ആഗസ്റ്റ് വരെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരുന്ന സമയങ്ങളിലെ മസ്റ്ററിങ് പുതിയ രൂപത്തിലാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകളാണ്. അന്ന് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആധാർ അനിശ്ചിതമാക്കിയാണ് ഈ ആപ്പുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധാറിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ആധാറിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെക്കുക. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പേര്. ആധാറിൽ എങ്ങനെയാണ് പേരുള്ളത്, അതുപോലെ തന്നെയാണ് നമ്മുടെ പെൻഷൻ ഐ ഡിയിലെയും പേരെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് തിരുത്താനുള്ള അപേക്ഷ കൂടി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചില ആളുടെ ആധാർ കാർഡിൽ ജന്മവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല. അവർ അത് വർഷവും മാസവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് മൊബൈൽ നമ്പർ. നമ്മൾ ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിലേക്ക് OTP വരും. ആ OTPക്ക് ചിലപ്പോൾ നമ്മൾ 5-10 സെക്കൻഡ് മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള മൊബൈലാണെന്ന് ഉറപ്പുവരുത്തുക. പല ആളുടെയും ആധാർ കാർഡിലെ നമ്പർ വിദേശത്തുള്ള ചിലപ്പോൾ മക്കളുടെയോ മറ്റോ പേരിലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിലേക്ക് വരുന്ന OTP മറ്റു കാര്യങ്ങളും കൊടുത്തായിരിക്കും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ. നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡ് നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിലെ ഫോട്ടോ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പേര് എന്നിവ എന്ത് കാര്യങ്ങൾക്കും തിരുത്താൻ സാധിക്കും. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി അപ്രൂവൽ ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് റെഡിയാക്കി വെക്കുക. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്ക് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അവർക്ക് മസ്റ്ററിങ് വരിക. ആ വരുന്ന സമയങ്ങളിലാകുമ്പോഴത്തേനും ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വലിയ നിൽക്കാതെ തന്നെ നമ്മുടെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അവർ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ആധാർ കാർഡ് മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.